കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hello everyone, welcome to IGNO Focus 6.0. IGNO Previous Year Question Papers Ultimate Analysis MEG4. MEG4 Aspects of Language ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ബ്ലോക്സ് ആണ്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ഡോക്യുമെന്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തന്നെയും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റേറ്റീവ് ആയി ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ സെഷനിൽ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്ന കാര്യം, ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളിപ്പം നിങ്ങളുടെ സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഏതൊരു പോയിന്റിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് വളരെ അധികം ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒട്ടും ടൈം ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം വളരെ നിയർ ബൈ ആണ്, അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഏരിയാസ്, അതായത് ഇതിനകത്ത് 3 സ്റ്റാർ ടോപ്പിക്സ് പറയുന്നുണ്ട്, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഭാഗങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് പോകാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റഡീസ് നിങ്ങൾ വളരെ മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് റേഞ്ചിൽ പ്രിപ്പയർഡ് ആണ്, നിങ്ങൾക്കൊരു മീഡിയം രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം, എന്നാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കണമെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഡോക്യുമെന്റിൽ ബാക്കിയുള്ള ടോപ്പിക്സ്, അതായത് 3 സ്റ്റാർ ടോപ്പിക്സ് അല്ല, 2 സ്റ്റാർ 1 സ്റ്റാർ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്സ് എല്ലാം നമുക്ക് ഗോ ത്രൂ ചെയ്യാം. അതെല്ലാം നമുക്ക് നല്ലപോലെ റെഫർ ചെയ്തിട്ട് പോവാവുന്നതാണ്. അതാവുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആവും. ആൻഡ് പാർട്ട് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇൻ കേസ് നിങ്ങളെല്ലാം പ്രിപ്പയർഡ് ആണ്, നിങ്ങളുടെ അത്രയ്ക്കും നന്നായി പ്രിപ്പയർ ചെയ്ത് ഭയങ്കര തറവ് ആയിട്ട് ഇരിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഒരു ലെവൽ ഏത് വരെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് വെച്ച് അത് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എക്സാം പാറ്റേൺ ആണ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എക്സാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 100 മാർക്സിലാണ്, 3 hours എക്സാമിനേഷൻ ആണ്. യൂഷ്വലി നമുക്കൊരു 9 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് അതിൽ നിന്നൊരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആൻസർ ചെയ്യാൻ പറയാറുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസിനും 20 മാർക്സ് വീതമാണ് ഉണ്ടാവുക. ആൻഡ് ക്വസ്റ്റ്യൻ 1 യൂഷ്വലി കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനകത്തൊരു 6 to 8 ഷോർട്ട് നോട്ട് ടോപ്പിക്സ് ആയിരിക്കും തരിക. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും യൂഷ്വലി വരാറുള്ളത്. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസിനും പറഞ്ഞ പോലെ തന്നെ 20 മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് എക്സാം പേപ്പറിന്റെ ബ്ലൂ പ്രിന്റ് നോക്കുന്ന സമയത്ത് ഓരോരോ ടോപ്പിക്സിൽ നിന്നും എത്രത്തോളം വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട്സ് ആണ് ചോദിക്കാറുള്ളത്. 20% ആണ് അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫൊണറ്റിക്സ് ആൻഡ് ഫൊണോളജിയിൽ നിന്ന് ഒരു 18% വെയിറ്റേജ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. മൊഫോളജി ആൻഡ് വേർഡ് ഫോർമേഷനിൽ നിന്നും ഒരു 20%. ആൻഡ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് യൂസിൽ നിന്നും 22% ആണ് വെയിറ്റേജ് ഉള്ളത്. ആൻഡ് സിൻടാക്സ്, തിയറി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും 20% ആണ്. അഗെയിൻ അത്രയും വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമുക്ക്
ടോപ്പിക്സ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റാർ ടോപ്പിക്സ്, 2 സ്റ്റാർ ടോപ്പിക്സ്, 1 സ്റ്റാർ ടോപ്പിക് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സ്റ്റാർ എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുന്നത്തെ എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്രയും ഇമ്പോർട്ടന്റ് ടോപ്പിക്കിനെയാണ് നമ്മൾ 3 സ്റ്റാർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. 2 സ്റ്റാർ എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് മാത്രം മുന്നത്തെ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. ആൻഡ് 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി മാത്രം എക്സാംസിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സിനെയാണ് നമ്മൾ 1 സ്റ്റാർ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ, അതായത് 3 സ്റ്റാർ ടോപ്പിക്സ് ആണെങ്കിലും 1 സ്റ്റാർ ടോപ്പിക് ആണെങ്കിലും 2 സ്റ്റാർ ടോപ്പിക് ആണെങ്കിലും, ഇത് പഠിക്കാനായിട്ട് നമ്മൾ എന്തുമാത്രം ടൈം കൊടുക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കേണ്ടത് ഹൈ yield ടോപ്പിക്സിനാണ്, 3 സ്റ്റാർ ടോപ്പിക്സിനാണ്. നമ്മുടെ 50% ഓഫ് ടൈം നമുക്ക് അതിന് കൊടുക്കാം. അതായത് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ 50% ഓഫ് ടൈം. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ 30% ഓഫ് ടൈം നമുക്ക് 2 സ്റ്റാർ ടോപ്പിക്സിന് കൊടുക്കാം. അതിനുശേഷം 20% ഓഫ് ടൈം മാത്രം നമ്മൾ 1 സ്റ്റാർ ടോപ്പിക്കിന് കൊടുത്താൽ മതി. ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പ്രയോറിറ്റി വൈസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് 1, യൂണിറ്റ് 1 to 4, വാട്ട് ഇസ് ലാംഗ്വേജ്. 11 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് 11 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 പേപ്പറിലാണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റാർ ടോപ്പിക് ആണ്. ആൻഡ് ബ്ലോക്ക് 2, യൂണിറ്റ് 1 to 4, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ജൂൺ 2025 ലേറ്റസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 2 സ്റ്റാർ ടോപ്പിക് ആണ്. ബ്ലോക്ക് 3A, യൂണിറ്റ് 1 to 4, ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി 1. 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 3 സ്റ്റാർ ടോപ്പിക് ആണ്. ആൻഡ് ബ്ലോക്ക് 3B, യൂണിറ്റ് 5 to 7, ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി 2. 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 1 സ്റ്റാർ ടോപ്പിക് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 4, യൂണിറ്റ് 1 to 4, ഇംഗ്ലീഷ് മോർഫോളജി 13 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഡിസംബർ 2025 പേപ്പറിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റാർ ടോപ്പിക് ആണ്. ആൻഡ് ബ്ലോക്ക് 5, യൂണിറ്റ് 1 to 6, ഇംഗ്ലീഷ് സിൻടാക്സ് 12 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. ഡിസംബർ 2025 പേപ്പറിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റാർ ടോപ്പിക് ആണ്. ബ്ലോക്ക് 6, യൂണിറ്റ് 1 to 4, ലാംഗ്വേജ് ഇൻ യൂസ് 1, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് 14 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ജൂൺ 2025 പേപ്പറിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്പിയർ ആയിട്ടുള്ളത്. 3 സ്റ്റാർ ടോപ്പിക് ആണ്. ആൻഡ് ബ്ലോക്ക് 7, യൂണിറ്റ് 1 to 5, ലാംഗ്വേജ് ഇൻ യൂസ് 2, 13 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2025 പേപ്പറിലാണ് ലേറ്റസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 3 സ്റ്റാർ ടോപ്പിക് ആണ്. ആൻഡ് നെക്സ്റ്റ് ബ്ലോക്ക് 8, യൂണിറ്റ് 1 to 4, ദി സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2025 പേപ്പറിലാണ് ലേറ്റസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 2 സ്റ്റാർ ടോപ്പിക് ആണ്. ഓക്കെ. നെക്സ്റ്റ് ബ്ലോക്ക് 9, യൂണിറ്റ് 1 to 6, സ്റ്റൈലിസ്റ്റിക്സ് 5 ടൈംസ് ആണ് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ജൂൺ 2025 പേപ്പറിലാണ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. 2 സ്റ്റാർ ടോപ്പിക് ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് പ്രയോറിറ്റി വൈസ് നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈ സെയിം തിങ് തന്നെ നമ്മളിവിടെ ഒരു പിക്ചർ ഫോമിൽ റെപ്രസെന്റ് ചെയ്താണ് ഒരു ഹീറ്റ് മാപ്പിലൂടെ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ. ആൻഡ് ഇവിടെ ഫയർ ഐക്കൺ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മുന്നത്തെ പേപ്പേഴ്സിലൊക്കെ അത്രയും റിപ്പീറ്റേറ്റീവ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഫയർ ഐക്കൺ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബിക്കോസ് ഫയർ ഐക്കൺ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. Like first question is, how do you distinguish human language from other animal communication systems? What characteristic features of language make it unique? So അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മുന്നത്തെ പേപ്പേഴ്സിലൊക്കെയും. സോ മേക്ക് ഷുവർ നിങ്ങൾ ഇതിന്റെ ആൻസർ എല്ലാം റെഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെ ആൻസേഴ്സ് എല്ലാം ലൈക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ PYQA ഡോക്യുമെന്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ വേരിയസ് തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻസും ആണ് നേച്ചർ ഓഫ് ലാംഗ്വേജിൽ നിന്നും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഡിസ്കസ് ദ ഷോസ് കോൺസെപ്റ്റ് ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സൈൻ ആൻഡ് ഹിസ് കീ പ്രിൻസിപ്പിൾസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.
Next, what is the difference between the generativists and the structuralists? In what ways have the generativists made advancements on the structuralists? So ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ ഫയർ ഐക്കൺ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആൻഡ് യെസ്, നെക്സ്റ്റ്, examine the salient features of the Sapir-Whorf hypothesis, discuss linguistic determinism and linguistic relativity. Next, what are the factors which influenced English spelling through the ages? Explain with suitable examples. Again, fire icon which represent the question ആണ്, important question ആണ്. Okay. Write an analytical essay on the grammatical changes in modern English. Next, discuss the socio-political context that influenced the English language development during the Old and Middle English periods. Describe the articulatory system and the speech mechanism involved in speech production. Next, outline the criteria for the description and classification of vowels with examples. How are vowels different from consonants? Fire icon which indicate the question ആണ്, important question ആണ്. Classify and describe the consonant sounds of English based on the place and manner of articulation. Important question ആണ്, fire icon which represent ചെയ്തിട്ടുണ്ട്. And ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ തന്നിട്ടുള്ളത്. മേക്ക് ഷുവർ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്, അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആൻസേഴ്സ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്, നിങ്ങൾ അത് ഗോ ത്രൂ ചെയ്യുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ലിംഗ്വിസ്റ്റിക്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന പേപ്പറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% ഷുവർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതല്ലാതെ ലിറ്ററേച്ചർ ബാക്കി പേപ്പറിനെ പോലെ അല്ല. ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നോവൽസ് ആയാലും ഡ്രാമ ആയാലും നമ്മൾ കുറച്ചധികം നമ്മുടെ ഒരു എക്സ്ട്രാ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ റീഡിങ്ങോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൻസേഴ്സിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് അങ്ങനെയല്ല. ഇതിനകത്ത് ക്ലിയർ ആയിട്ടും ലാംഗ്വേജ് റിലേറ്റഡ് പേപ്പറാണ്. ഇതിനകത്ത് തന്നിട്ടുള്ള ലിംഗ്വിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളും ലാംഗ്വേജ് റിലേറ്റഡ് ടോപ്പിക്സും കോൺസെപ്റ്റ്സും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾ സിലബസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു പേപ്പറാണ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇഫ് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തറോ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായി സ്കോർ ചെയ്യാൻ പറ്റിയൊരു പേപ്പർ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. 2 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. സോ പ്രാക്ടീസ് സെറ്റ് എ ഹൈ പ്രോബിലിറ്റി പേപ്പർ ആണ്. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അതിനകത്ത് 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി എഴുതാൻ അറിയുന്ന ഒരു 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് വീതമാണ്. 3 hours എക്സാം ആയതുകൊണ്ട് അത്രയും ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് സെറ്റ് ബി ആണ്. എഗെയിൻ നമുക്കറിയാം ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8 ക്വസ്റ്റ്യൻസോളം തന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് 9 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയുന്ന 5 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. 20 മാർക്സിന് ആൻസർ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ 2 പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ 2ന്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് നിങ്ങൾക്ക് ഈ 2 പേപ്പേഴ്സും എടുത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആൻസർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആപ്പിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ബ്ലൂ പ്രിന്റും ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് യെസ്, അപ്പൊ നമുക്ക് ആൻസർ റൈറ്റിംഗിനെ കുറിച്ച് ഒന്ന് നോക്കാം. ലൈക്ക് നമുക്ക് അറിയാം, നമുക്ക് ഒബ്വിയസ്ലി 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ 20 മാർക്സിന് എഴുതാന്ന് പറയുന്ന സമയത്ത് ഒരു 500 to 600 വേർഡ്സ് ആയിരിക്കണം നമ്മൾ എയിം ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് അത് എഴുതുന്ന സമയത്ത് വളരെ എന്താ പറയുക, അത്രയും ആൻസർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിക്കോസ് അത്രയും ആ ഒരു സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യണം. ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. ലൈക്ക് അങ്ങനെ 3 പാരഗ്രാഫ്സ് എന്തായാലും നിങ്ങളുടെ ആൻസറിൽ വേണം. ആൻഡ് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ ആൻസറിനെ സ്ട്രക്ചർ ചെയ്ത് എടുക്കാനായിട്ട്. സോ ഇൻട്രോ പാര വേണം, അതിലൊരു 2 to 3 സെന്റൻസസ് വേണം. ആൻഡ് ദെൻ ബോഡിയിൽ ഒരു 4 to 6 പോയിന്റ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നും എക്സാമ്പിൾസ് എടുത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ദെൻ കൺക്ലൂഡിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത് 2 to 3 സെന്റൻസസ് വെച്ച് വേണം അതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്.
ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റൻ ആൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ കുറെ എഴുതിയിട്ടിട്ട് കാര്യമില്ല. ആ ആൻസർ ചെയ്യുന്ന സമയത്ത് അത്രയും സ്ട്രക്ചേർഡ് ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. ഇൻട്രോ പാര വേണം, ബോഡി പാര വേണം, കൺക്ലൂഡിംഗ് പാരയും വേണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയാണ് എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ആൻസറിങ് രീതി മാറ്റേണ്ടതുണ്ട്. ഇപ്പൊ തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെങ്കിൽ ആദ്യം ആ തിയറി നമ്മൾ ഡിഫൈൻ ചെയ്യണം, പിന്നെ അതിന്റെ കോർ കോമ്പണൻസ് പറയണം, പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയണം, പിന്നെ അതിന്റെ ലിമിറ്റേഷൻസും ക്രിറ്റിസിസവും പറയണം, പിന്നെ അതിന്റെ മോഡേൺ ഡേ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. ആൻഡ് ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റൻസ് ആണെങ്കിൽ, ഡിസ്കസ് എന്ന് പറയുന്ന ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് വേണം അനലൈസ് ചെയ്യാനായിട്ട്. ലൈക്ക് അതിനകത്ത് മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സ് ഒക്കെ പ്രസന്റ് ചെയ്തുകൊണ്ട് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ പറഞ്ഞുകൊണ്ട് വേണം പ്രസന്റ് ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു എക്സ്ട്രീം പൊസിഷൻ എടുത്തിട്ട് ഒരിക്കലും ആൻസർ ചെയ്യാൻ പാടില്ല. ഡിസ്കസ് കൈൻഡ് ഓഫ് ക്വസ്റ്റൻസിനെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഡിസ്കസ് എന്ന് പറയുന്ന ക്വസ്റ്റൻസിനെല്ലാം നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് വേണം അനലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ചോദിക്കുന്ന ക്വസ്റ്റൻസിനൊക്കെ കുറച്ചും കൂടെ ആൻസർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡെപ്തിലും ക്ലാരിറ്റിയിലും വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ടൈം മാനേജ്മെന്റ്, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് 3 hours എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ടൈം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ എക്സാമിനെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നു എന്നതിൽ എന്താ പറയുക, നമ്മുടെ ടൈം മാനേജ്മെന്റ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു 3 hours എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായി വായിച്ചു നോക്കണം. അതായത് ആദ്യത്തെ 5 minutes നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനാണ് എടുക്കേണ്ടത്. അത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും നന്നായി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ആൻഡ് അതിനുശേഷം ഓരോ ആൻസേഴ്സും നിങ്ങൾ ഒരു 30 minutes എടുത്ത് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. അങ്ങനെയാണ് നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 6 minutes എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. എന്തെങ്കിലും വേർഡ്സ് മിസ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആൻഡ് എല്ലാ ആൻസേഴ്സും എഴുതി കഴിഞ്ഞു ലാസ്റ്റ് നിങ്ങൾക്ക് 15 minutes എടുത്തിട്ട് എല്ലാ ആൻസേഴ്സും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ എല്ലാ ആൻസേഴ്സും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എല്ലാ ആൻസേഴ്സിന്റെയും ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ, അങ്ങനത്തെ ചെറിയ ചെറിയ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അല്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ ഒരിക്കലും ആൻസേഴ്സ് റീറൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ടൈം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആൻസർ റൈറ്റിംഗ് തന്നെയാണ്. നമ്മൾ ഒരുപാട് എഴുതിയിട്ടൊന്നും കാര്യമില്ല. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരുപാട് വലിച്ചു വാരി എഴുതിയിട്ടാൽ നമുക്ക് മാർക്കൊന്നും കിട്ടില്ല. നമ്മൾ എന്താ പറയുക, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്സ് കിട്ടിക്കോളും. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമുക്കറിയാം, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടു. 3 star ടോപ്പിക്സ്, 2 star ടോപ്പിക്, 1 star ടോപ്പിക്സ് കണ്ടു. അതിനുശേഷം ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്സിലെ ക്വസ്റ്റ്യൻസ് കണ്ടു. ആൻഡ് അതിനുശേഷം 2 പ്രൊഡക്റ്റീവ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടു. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്, നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലൈക്ക് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വേണമെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് റെഫർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിനെ കണക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. ഇഫ് നിങ്ങൾ ലേൺ വൈസിലെ ലേണേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ യെസ്, അങ്ങനെ നമ്മൾ സെഷന്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. സോ നിങ്ങൾ എല്ലാവരും നല്ലപോലെ നിങ്ങളുടെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.